അമ്മയുടെ പ്രതിഷേധത്തിന് എന്നെയും എൻ്റെ കുടുംബത്തെയും സാക്ഷികളാക്കിയതിന് ഞാൻ ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അൽഫോൺസ്. ഞാൻ വരുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കണ്ണമ്പള്ളി എന്ന ഇടവകയിൽ നിന്നാണ്. കൊച്ചുനാൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ കിട്ടണമെന്നും ജോലി ചെയ്യണമെന്നും. അതിനുവേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ആ സമയത്താണ് ഇതിന് ഞാൻ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു. എൻ്റെ അച്ഛനാണെങ്കിൽ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും എനിക്ക് ആദ്യം തന്നെ എനിക്ക് എക്സാം ഭയങ്കര പാടായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ അധികം വലുതായിട്ടൊന്നും പഠിച്ചില്ല. ഞാൻ അവിടെ ചെന്നപ്പം തൊട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഓൺലൈൻ എക്സാം എളുപ്പമായിരുന്നു. അതിനുശേഷം റിസൾട്ട് വന്നു. ഞാൻ എക്സാം പാസ്സായി. പിന്നെ ഞാൻ കൃപാസനത്തിൽ വരികയും അച്ഛനെ കാണുകയും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിക്ക് കാശ് രൂപവും നൽകി. അതിനുശേഷം എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ഇമെയിൽ വന്നു. ഞാൻ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അമ്മയോട് പ്രാർത്ഥിക്കുകയും പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടി കുരിശ് വരയ്ക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. ഫിസിക്കലും മെഡിക്കൽ ടെസ്റ്റും ഞാൻ പാസ്സായി. അതിനുശേഷം ഫൈനൽ റിസൾട്ട് വന്നു. ആദ്യത്തെ റിസൾട്ട് വന്നപ്പം എൻ്റെ പേരില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഫസ്റ്റ് ചാൻസ് കിട്ടണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇതെൻ്റെ ആദ്യത്തെ അറ്റമായിരുന്നു. 1-2 ദിവസം കഴിഞ്ഞ് അടുത്ത റിസൾട്ട് വന്നു. അതിലെൻ്റെ പേരുണ്ടായിരുന്നു. എനിക്ക് ഈ ജോലി തന്ന അമ്മയ്ക്കും തിരുക്കുമാരൻ ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യപ്രവർത്തികൾ ഞാനെന്നും അച്ഛൻ്റെ കൂടെ കൃപാസനം പത്രങ്ങൾ ഓരോരുത്തർക്കും വീടുകളിൽ വിതരണം ചെയ്യുകയും പള്ളിയിലാണെങ്കിലും എല്ലായിടത്തും വിതരണം ചെയ്യാനും പോയിട്ടുണ്ട്. ആശ്രമത്തിൽ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ ഞാൻ പോവുകയും അവിടെയുള്ള എല്ലാവരെയും കാണുകയും അവരോട് സംസാരിക്കുകയും അവിടെ ഒരു ബ്രദറുണ്ട്. ആ ബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഈ ജോലി കിട്ടാൻ ഞാൻ പോകുന്നതിന് മുമ്പും ടെസ്റ്റിന് പോകുന്നതിന് മുമ്പും. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരിക്കൽ കൂടെ 1000 നന്ദി പറയുന്നു. പള്ളിയിലാണെങ്കിലും കൊച്ചിലെ തന്നെ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പള്ളിയിൽ പോകണം എന്നൊക്കെയായിരുന്നു. ആദ്യം എനിക്ക് ഭയങ്കര മടിയായിരുന്നു പള്ളിയിലൊക്കെ പോകാൻ. പിന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി. അവിടെ ആൾത്താര ശുശ്രൂഷയായിരുന്നു. അങ്ങനെ എനിക്ക് വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ വീണ്ടും നന്ദി പറയുന്നു. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. സങ്കീർത്തനം 20 5-ാം വചനമാണ്. നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഉടമ്പടിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതായിട്ടാണ് സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതം വിജയത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും പതാകയായി മാറുന്നത് ഉടമ്പടിയിൽ കൂടിയാണ്. ഉടമ്പടിയിലുള്ള വിശ്വാസവും വിശ്വസ്തതയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ സംരക്ഷണവുമായി മാറുമ്പോഴാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുന്നത്. ഏത് സാഹചര്യങ്ങളിലും പരീക്ഷണങ്ങളിലും പരീക്ഷകളിലും രോഗത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കുടുംബ പ്രശ്നങ്ങളിലുമെല്ലാം ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ വിജയം ദൈവകൃപയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് മാറുന്നതായിട്ടാണ് നാം കാണുന്നത്. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കുമെന്നാണ്. കർത്താവ് നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിങ്കിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് പരിശുദ്ധമായ ഈ അൾത്താരയിൽ ഈ മകൻ സാക്ഷ്യപ്പെടുത്തത്. ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കുമെന്നത്. ഈ മകന് ഇന്ത്യൻ ആർമിയിൽ പോകുവാനായിട്ട് ചെറുപ്പകാലം തൊട്ടേ വലിയ ആഗ്രഹമായിരുന്നു. അൽഫോൺസ് വളരെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു.
ആദ്യം അച്ഛൻ വന്ന് ഉടമ്പടി എടുത്തു. അച്ഛനാണ് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ഈ മകന് ഓരോ പ്രാവശ്യം മെഡിക്കൽ ടെസ്റ്റിനും ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴുമെല്ലാം ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴെല്ലാം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുകയും മകന് വേണ്ടി തീഷ്ണതയോടെ സമയം ചെലവഴിക്കുകയും പ്രാർത്ഥനയെ ചെലവഴിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ മകന് ഇന്ത്യൻ ആർമിയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇപ്പോൾ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇനിയും മുന്നോട്ട് ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ടാണ് ആഗ്രഹമെന്നാണ്. ഇന്ത്യൻ ആർമിയിൽ നമുക്കറിയാം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലൈഫാണ്. എന്നാലും ഈ മകന് അങ്ങനെയുള്ളൊരു ഉൾപ്രേരണയുണ്ടായി. നമ്മുടെ രാജ്യത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താമെന്ന്. അങ്ങനെയാണ് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഇന്ത്യൻ ആർമിയിൽ കംപ്ലീറ്റ് ഒരു പേഴ്സണായിട്ട് ജോലി ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ച് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറയാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയിലും അമ്മയിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ, എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണ്. എത്ര ബുദ്ധിമുട്ടിയ പ്രതിസന്ധികളായാലും പ്രശ്നങ്ങളായാലും അമ്മയുണ്ട് നമ്മുടെ കൂടെ. ഏറ്റവും പ്രധാനം നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുവാനുള്ള ശക്തി ലഭിക്കും, ധൈര്യം ലഭിക്കും. പ്രശ്നങ്ങൾ എന്തുമാവട്ടെ അതൊക്കെ തരണം ചെയ്യുവാനും അത് എല്ലാത്തിനും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാനുമുള്ള ഒരു വലിയ കൃപയാണ് നമുക്ക് ഉടമ്പടിയിൽ കൂടെ ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾക്കും വിജയ പതാക പാറിക്കുവാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അൽഫോൺസിൻ്റെ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.